പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ സ്വഹാബി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മസ്ജിദുൻ നബവിയിൽ പ്രവേശിക്കുമ്പോൾ നമസ്കാരത്തിന്റെ സമയം അല്ലാത്തപ്പോഴും അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ സമയമല്ലാത്ത സമയത്തും ഒരാളെ പള്ളിയിൽ ഇങ്ങനെ നേരത്തെ ഇരിക്കുന്നതായി ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ പലപ്പോഴായി ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇരിക്കുന്ന മനുഷ്യന്റെ അടുത്ത് ചെന്നു. അബൂ ഉമാമ എന്നാണ് ആ സഹാബിയുടെ പേര്. അപ്പൊ നബി വിളിച്ചു, യാ അബൂ ഉമാമ, അബൂ ഉമാമ എന്ന് വിളിച്ചു. അപ്പൊ ഈ അബൂ സഈദ് ഖുദരി പറയാൻ, അദ്ദേഹം ആദ്യ വിളിയിൽ എന്ത് ചെയ്തില്ല, കേട്ടിട്ടും കേൾക്കാതെ പോലെ ഇരുന്നു എന്നാ. അപ്പൊ നബി വീണ്ടും വിളിച്ചു, യാ അബൂ ഉമാമ എന്ന് വിളിച്ചു. അദ്ദേഹം കേൾക്കാത്തോണ്ടല്ല, കേട്ടതാ. പക്ഷെ നബി വിളിക്കാണല്ലോ, അബൂ ഉമാമ എന്ന് വിളിക്കുമ്പോ അത് കേൾക്കാനുള്ള കൊതി കൊണ്ട് ഒന്നോട് വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം എന്നാണ്. അപ്പൊ അത് നബിക്ക് മനസ്സിലായി. അപ്പൊ നബി ഒരാളുടെ പേര് അടുത്തു നിന്നിങ്ങനെ അബൂ ഉമാമ ആ പേര് വിളിക്കുമ്പോൾ സന്തോഷം കൊണ്ട് അദ്ദേഹം ഇരുന്ന. അപ്പൊ നബി ചോദിച്ചു, മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദ് ഗൈരി ബൈത്തിൽ സ്വലാത്ത്, നമസ്കാരത്തിന്റെ സമയം അല്ലാതെ ഇരുന്നിട്ടും താങ്കൾ എന്താണ് നേരത്തെ പള്ളിയിൽ വന്നിങ്ങനെ ഇരിക്കാൻ കാരണം? നിസ്കരിക്കാൻ വേണ്ടിയിട്ടല്ല, അപ്പോ നിസ്കാരത്തിന്റെ സമയമായിട്ടില്ല. അപ്പൊ അത് കേട്ടപ്പോൾ അദ്ദേഹം ഒന്നുകൂടി വാചാരനായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹുമൂമു ലസിമത്നി വയുദുനൂനി യാ റസൂലല്ലാഹ്, റസൂലെ, ഞാൻ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങളും എന്റെ കടങ്ങളെയും ഓർത്തിട്ട് എനിക്കൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഓടി വരുന്നതാണ് ആ പള്ളിയിലേക്ക്. അപ്പൊ അതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നമ്മൾ അനുഭവിക്കുന്ന ഏത് മാനസിക പ്രയാസങ്ങൾക്കും ആശ്വാസം കിട്ടുന്ന ഓടിച്ചെല്ലാനുള്ളൊരു സ്ഥലം പള്ളിയാണെന്ന്. ഒന്ന്. രണ്ട്, അങ്ങനെ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകൾക്ക് ആശ്വാസം കിട്ടണം. നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് അങ്ങനെ കിട്ടാറുണ്ടോന്നോ? നമുക്ക് പള്ളിയിലേക്ക് വന്നാൽ ആശ്വാസം കിട്ടണം എന്നുള്ളത്. സഹാബത്ത് അങ്ങനെ ആയിരുന്നു, ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി പള്ളിയാണ് അഭയ കേന്ദ്രമായത്. എന്താ കാരണം? നമുക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു ശക്തിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്ന സ്ഥലം പള്ളിയേ ഉള്ളൂ. നമ്മൾ ഓടിച്ചെല്ലുന്ന ആരുടെ അടുത്തേക്ക്? അള്ളാന്റെ അടുത്തേക്ക്. അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന്, നമ്മൾ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സ്ഥലം ബൈത്തുള്ള, അള്ളാന്റെ വീട് എന്ന് പറയുന്ന പള്ളിയാണ്. അപ്പൊ നമുക്ക് ഓടിച്ചെല്ലാനുള്ള സ്ഥലം അതാണ് എന്നാണ് ഒന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വലിയ മാനസിക പ്രയാസവും അസ്വസ്ഥതയും പിന്നെ എന്റെ കടങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അതൊന്നും പരിഹരിക്കാനാണ്. അപ്പൊ നബി പറഞ്ഞു, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പറഞ്ഞുതരാം, നീ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അതിങ്ങനെ പറയണം. അങ്ങനെയാണെങ്കിൽ നിന്റെ മാനസിക പ്രയാസങ്ങൾ അല്ലാഹ് നീക്കും, നിന്റെ കടങ്ങളെ വീട്ടിന് അല്ലാഹ് നിന്നെ സഹായിക്കുന്നു. അപ്പൊ നബി അയാൾക്ക് പറഞ്ഞു, നീ ഇങ്ങനെ എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ, ഞാൻ അനുഭവിക്കുന്ന എല്ലാ മാനസിക പ്രയാസത്തിൽ നിന്നും ശാരീരികമായ ക്ഷീണത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഒന്നതാ മാനസികമായ പ്രയാസം, ശാരീരികമായ ക്ഷീണം, തളർച്ചയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, ശാരീരികമായ ദൗർബല്യവും വൽ കസൽ, അലസതയും. നമുക്ക് പറയാം ചില ദിവസം മൂടില്ല എന്ന് പറയില്ല, അത് തന്നെ. അപ്പൊ ഈ അലസതയും മടിയിൽ നിന്നും ശരീരത്തിന്റെ ദൗർബല്യത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അവസാനം പറഞ്ഞു കൊടുത്തു, ഇത് പറയാൻ നീ ഒരിക്കലും മറക്കരുത്. അതെന്താ? വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ, മറ്റുള്ളവർ എന്റെ മേൽ ആധിപത്യം ചെലുത്തുന്നതിനെ കുറിച്ചും കടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വർദ്ധിച്ചു വരുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് നീ രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കണം. ഈ സഹാബി പറയാണ്, പിന്നീട് പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അന്ന് മുതൽക്ക് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചത്? അദ്ഹബല്ലാഹു ഹമ്മി വഖളാ അൻ ദീനി, എന്റെ കടം വീട്ടാൻ അല്ലാഹ് എന്നെ സഹായിച്ചു. ഞാൻ അനുഭവിച്ച എല്ലാ മാനസിക പ്രയാസവും അതുകൊണ്ട് പരിഹരിക്കപ്പെട്ടു.
ഒരു ഡോക്ടർ രാവിലെയും വൈകുന്നേരം കഴിക്കാൻ എഴുതി തന്ന മരുന്ന് നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി കഴിക്കും? അതിനേക്കാൾ 100 ഇരട്ടി ഫലമുണ്ടാകും എന്നാണ് ഏക വിശ്വാസമുള്ളത്. നമുക്കിത് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ 100 ഇരട്ടി വിശ്വാസമാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നിട്ട് പോലും നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് സ്വാധീനം ഉണ്ടാക്കുന്നില്ല? ഇനി നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പേർക്ക് ഈ പ്രാർത്ഥന കാണാതെ അറിയാം? എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? ഇനി എങ്ങനെയാണ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ല പരിഹരിക്കാൻ? നമ്മൾ ആവശ്യപ്പെടാറില്ലല്ലോ. അപ്പൊ അത് നമ്മൾ ആവശ്യപ്പെടണം, നമ്മൾ പ്രാർത്ഥിക്കണം, ജീവിതത്തിൽ ഒരു ചര്യയായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ആശ്വാസം കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.